നമസ്കാരം. ഇടത് സംഘടനാ നേതാക്കൾ ചേർന്ന് സെക്രട്ടേറിയറ്റിന് സമീപത്തെ SBI ശാഖ അടിച്ചു തകർത്തു. കമ്പ്യൂട്ടർ, ഫോൺ, മേശ എന്നിവയാണ് അടിച്ചു തകർത്തത്. അക്രമം ഉണ്ടാകില്ല എന്നും ആരെയും നിർബന്ധിച്ച് അടപ്പിക്കില്ല എന്നുമുള്ള പണിമുടക്ക് നേതാക്കളുടെ വാക്കുകൾ കാറ്റിൽ പറന്നുപോയി. മാത്രമല്ല, നിർബന്ധിച്ച് സ്ഥാപനങ്ങൾ അടപ്പിച്ചാൽ അറസ്റ്റ് ചെയ്യുമെന്ന DGPയുടെ നിർദ്ദേശം പലയിടത്തും പോലീസും നടപ്പാക്കുന്നില്ല. ഞെട്ടിപ്പിക്കുന്ന സംഭവം തിരുവനന്തപുരത്ത് SBI ശാഖ അടിച്ചു തകർത്തത് NGO യൂണിയൻ നേതാക്കളാണെന്നുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. നേതാക്കളെ ഇനി അറസ്റ്റ് ചെയ്ത് ജയിലിലിടാതെ പോലീസിനും രക്ഷയില്ല. അക്രമത്തിൽ പങ്കെടുത്ത എല്ലാ നേതാക്കളുടെയും സർക്കാർ സർവീസും തെറിക്കും. ഇന്നലെ ബ്രാഞ്ച് പ്രവർത്തിച്ചിരുന്നു. ഇന്ന് തുറന്നപ്പോൾ അടയ്ക്കണമെന്ന് സമരാനുകൂലികൾ ആവശ്യപ്പെട്ടു. മാനേജർ വിസമ്മതിച്ചപ്പോഴായിരുന്നു ആക്രമണം നടത്തുന്നതിന് നേതൃത്വം നൽകിയവരിൽ ചരക്കു സേവന നികുതി വകുപ്പിലെ ഇൻസ്പെക്ടർമാരായ NGO യൂണിയൻ നേതാക്കളും ഉണ്ടായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് ബാബുവും ജില്ലാ കമ്മിറ്റി അംഗം S സുരേഷ് കുമാറും സംഘത്തിലുണ്ടായിരുന്നു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അക്രമികൾക്കെതിരെ പൊതുമുതൽ നശിപ്പിക്കൽ പ്രകാരം ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയാണ് കേസ്. ബ്രാഞ്ചിന് മുന്നിൽ റോഡിൽ പന്തലിട്ടാണ് സമരാനുകൂലികൾ സംഘടിച്ചിരിക്കുന്നത്. പരസ്യമായി റോഡ് തടഞ്ഞ റോഡിൽ പന്തൽ കെട്ടി മീറ്റിംഗ് നടത്തിയപ്പോൾ പോലീസ് പോലും കാഴ്ചക്കാരായി നിൽക്കുകയായിരുന്നു. റോഡ് ഗതാഗതം തടഞ്ഞ് പന്തൽ കെട്ടി റോഡിൽ മീറ്റിംഗ് നടത്തിയ ജീവനക്കാരും ഇപ്പോൾ സ്വൈര്യവിഹാരം നടത്തുന്നു. ജീവനക്കാരെ സമരക്കാർ ഭീഷണിപ്പെടുത്തി. ബാങ്ക് പ്രവർത്തനം തുടങ്ങാൻ പോകുമ്പോഴായിരുന്നു ആക്രമണമെന്ന് മാനേജർ അറിയിച്ചു. ബാങ്ക് അടയ്ക്കണമെന്നായിരുന്നു സമരാനുകൂലികളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.